ശബരിമല നെയ്യ് ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകും. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർക്കുക. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അപ്പോൾ ഈ PS പ്രശാന്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ PS പ്രശാന്തിനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നറിയുന്നു. എന്താണ് PS പ്രശാന്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ? PS പ്രശാന്തിന്റെ ഭരണസമിതിയുടെ കാലത്താണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ നെയ്യ് ഇടപാട് നടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒന്ന്, ഈ ശബരിമലയിൽ എത്തിച്ചിരിക്കുന്ന നെയ്യിൽ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള നെയ്യാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നൽകാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മിൽമയാണ്. മിൽമ പറയുന്നത് അതിൽ ഞങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നെയ്യാണ് നൽകിയിരിക്കുന്നത്. അത് കൊണ്ടുപോയ ഇടയിൽ സമയം വെച്ച് വഴിയിൽ വെച്ചാവും ആരെങ്കിലും അത് മാറ്റി അതിന് മോശം ഗുണനിലവാരം കുറഞ്ഞിട്ടുള്ള നെയ്യ് ശബരിമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങാൻ ടെൻഡർ ക്ഷണിക്കുന്ന സമയത്ത് ചില സ്വകാര്യ ഏജൻസികൾ അതിൽ പങ്കെടുത്തിരുന്നു. അവർ വളരെ കുറഞ്ഞ തുകയാണ് ഈ ടെൻഡറിന് നൽകിയിരുന്നത്. പക്ഷെ അതിനേക്കാൾ ഉയർന്ന തുകയാണ് ഈ മിൽമ നൽകുകയും ചെയ്തത്. ഈ സ്വകാര്യ ഏജൻസികളെ ഒഴിവാക്കി അതിന് പകരം വളരെ ഉയർന്ന തുക കോട്ട് ചെയ്തിരിക്കുന്ന മിൽമയെ ക്ഷണിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് നെയ്യ് വാങ്ങിയത് വഴിയായിട്ട് ഏകദേശം 2.25 കോടിയോളം രൂപ നഷ്ടം ദേവസ്വം ബോർഡിന് സംഭവിച്ചു എന്നുള്ളതാണ്. ആ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്ത്, ബോർഡ് അംഗമായിട്ടുള്ള ഈ അജയ് കുമാർ എന്നിവരാണ് ഈ മിൽമയിൽ നിന്ന് ഈ നെയ്യ് വാങ്ങണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റുകൾ തയ്യാറാക്കുകയും ഈ ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്, ഒഫീഷ്യലായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവാണ്. അങ്ങനെ മുരാരി ബാബുവിനെ പ്രതിയേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുരാരി ബാബു മരണപ്പെട്ടു എങ്കിലും പ്രതിപട്ടികയിൽ ഉണ്ടാകും. മറ്റു തുടർ നടപടികൾ വരുമ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ 3 പേരാണ് ഈ ഇടപാടിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ ഇവരെ പ്രതിയേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലം മിൽമയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ആരെയും ഈ പ്രതി ചേർക്കില്ല. പിന്നീട് നടക്കുന്ന അന്വേഷണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ ഘട്ടമുണ്ടല്ലോ, അതായത് ഈ നിലവാരം കുറഞ്ഞ നെയ്യ് അവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏതെങ്കിലും മിൽമ ഉദ്യോഗസ്ഥർക്കൊക്കെ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെയും പിന്നീട് പ്രതിയേർക്കും. എന്തായാലും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു തെളിവുകളൊന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ദേവസ്വം ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തരത്തിലൊരു FIR ഇടാനുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അത് വൈകാതെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും.